بسم الله الرحمن الرحيم يا أيها الناس اذكروا نعمة الله عليكم هل من خالق غير الله يرزقكم من السماء والأرض لا إله إلا هو فأنا تؤفكون. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ആദ്യമായി എന്നോട് തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പരമാവധി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്താവായ പടച്ചവൻ തമ്പുരാൻ ഒട്ടേറെ അനുഗ്രഹങ്ങൾ, സൗഭാഗ്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നമുക്കായി അല്ലാഹു നൽകിയിട്ടുണ്ട്. നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ അല്ലാഹു നമുക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് സംസാരിക്കുന്നത് വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ ലാ തുഹ്സുഹാ, അതിനെ നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അപ്പൊ എണ്ണമറ്റ അനുഗ്രഹങ്ങളുടെ പാരാവാരങ്ങൾ അല്ലാഹു ഈ ദുനിയാവിൽ മനുഷ്യന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യന്മാർ അധികവും ഇതൊന്നും ചിന്തിക്കാതെ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ എന്നാണ് അല്ലാഹു ഈ ആയത്തിനെ അവസാനിപ്പിച്ചത്. തീർച്ചയായും മനുഷ്യന്മാർ ലളൂമുൻ കഫാർ, അക്രമകാരിയും അതുപോലെ നിഷേധിയുമായി മാറുകയാണ്. അപ്പൊ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ എണ്ണത്തിലും വണ്ണത്തിലും അനുസരിച്ച് അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്ന, നന്ദി ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരം തന്നെ നമ്മളൊന്ന് പഠനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എത്ര മഹത്തരമാണ്. നമ്മുടെ കണ്ണിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ ചെവിയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ നാവിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ ശ്വസിക്കുന്ന മൂക്കിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ നമ്മുടെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്തചംക്രമണ വ്യവസ്ഥ നിർണയിച്ചിട്ടുണ്ട്, അതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ മെറ്റബോളിസം, ദഹന വ്യവസ്ഥയെ അല്ലാഹു നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഓരോന്നും ഒരു പാട്ടായിട്ട് എടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര നന്ദി കാണിച്ചാലും മതിയാത്തത്ര രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗഭാഗ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ വഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവനും സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. സൂര്യൻ ഉദിക്കുന്നത്, ചന്ദ്രൻ പ്രകാശം പരത്തുന്നത്, നക്ഷത്രങ്ങൾ ആകാശങ്ങളിൽ വർണ്ണ മനോഹരമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ചുറ്റിലും നാം ജീവിക്കുന്ന പ്രതലത്തിലും അല്ലാത്ത ഇടങ്ങളിലുമൊക്കെ നമ്മുടെ കണ്ണിന് കൗതുകം കാണിക്കുന്ന, കണ്ണിന് സൗകുമാര്യം നൽകുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്, മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഒരു പട്ടിയും ഒരു പൂച്ചയും ഒക്കെ പ്രകൃതിയെ കണ്ട് ആസ്വദിക്കുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അവരൊക്കെ പ്രകൃതിയിൽ എന്താണ്? സിദ്ധാന്തന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിന്റെ പിന്നാമ്പുറത്ത് ഒരു 5 സെന്റ് ഭൂമിയുണ്ട് നമുക്ക് എന്ന് സങ്കല്പിക്കുക, ഒരു കുറച്ച് സ്ഥലമുണ്ട് എന്ന് സങ്കല്പിക്കുക. ആ സ്ഥലത്ത് വ്യത്യസ്തങ്ങളായ സസ്യലതാദികളുടെ വിത്തുകൾ നമ്മൾ കുഴിച്ചിട്ടു, അല്ലെങ്കിൽ മുളക്കാൻ വേണ്ടി വിതറി. ചക്ക, മാവ്, അതുപോലെ പ്ലാവ്, അതുപോലെ തെങ്ങ്, അതുപോലെ ചെറിയ തൈകളായ കാന്താരി മുളകിന്റെ വിത്തൊക്കെ നമ്മൾ വിതറിയത് വിചാരിക്കാം. ഇതെല്ലാം വളരുന്നത് ഒരേ പ്രതലത്തിലാണ്, ഒരേ വെള്ളവും ഒരേ വളവും വലിച്ചെടുത്തുകൊണ്ടാണ് വളരുന്നത്. പക്ഷെ ഇതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളുടെ രുചി, ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? വ്യത്യസ്തമായിരിക്കും. ചക്കയുടെ രുചിയല്ല മാങ്ങയ്ക്കുള്ളത്, മാങ്ങയുടെ രുചിയല്ല ചക്കയ്ക്കുള്ളത്.
അപ്പോൾ ഇതെല്ലാം ഈ വൈവിധ്യങ്ങളെല്ലാം ആർക്കു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്? മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് മന്നയും സൽവയും ഇറക്കി കൊടുത്തു. നിരന്തരമായി ഇവരെ മന്നയും സൽവയും കഴിച്ചപ്പോൾ അവർക്ക് മടുത്തു. അപ്പൊ അവര് മൂസാ നബിയോട് ആവശ്യപ്പെട്ടു, മൂസാ, നീ നിന്റെ റബ്ബിനോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള രുചിഭേദങ്ങളുള്ള ഭക്ഷ്യവസ്തുക്കൾ നൽകാൻ പറയുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ വ്യത്യസ്തങ്ങളായ ഉള്ളിയും സവാളയും അതുപോലെ പച്ചക്കറികളും എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഉള്ളിയിൽ നിന്നും അതുപോലെ ചീരയിൽ നിന്നും അതുപോലെ മറ്റു വിത്തുകളിൽ നിന്നും ഒക്കെയുള്ള ഭക്ഷ്യലതാദികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയെന്നാണ്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഭക്ഷണം തന്നെ കഴിക്കുക എന്നത് അവരൊരിക്കലും മാനസികമായി പൊരുത്തപ്പെടുന്ന ഒരു സംഗതിയല്ല. അതുകൊണ്ട് ഒരേ പ്രതലത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത രുചികളുള്ള രുചിഭേദങ്ങളുള്ള സസ്യലതാദികളെ പോലും വളർത്തി വലുതാക്കി തന്നു. ആർക്കു വേണ്ടിയിട്ട്? മനുഷ്യർക്ക് വേണ്ടിയിട്ട്. അപ്പോ ഇതിനെല്ലാം ബദലായി, ഇതിനെല്ലാം പകരമായി നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിന് ശുക്ർ ചെയ്യണം, അല്ലാഹുവിന് നന്ദി ചെയ്യണം. എങ്ങനെയാണ് അല്ലാഹുവിന് ശുക്ർ ചെയ്യേണ്ടത്? ആമുഖമായി ഞാൻ ഓതിയ സൂറത്തുൽ ഫാത്തിറിന്റെ 3-ാമത്തെ വചനത്തിൽ അല്ലാഹു മനുഷ്യരോട് ആജ്ഞാപിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇദ്കുറൂ, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ സ്മരിക്കുക, നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക. പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ ഓർത്തുകൊണ്ടാണ് അല്ലാഹുവിന് ശുക്ർ ചെയ്യേണ്ടത്, അല്ലാഹുവിന് നന്ദി കാണിക്കേണ്ടത്. 2-ാമധ്യായം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു, ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂനി വലാ തക്ഫുറൂൻ. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുക, അദ്കുറുകും, ഞാൻ നിങ്ങളെ ഓർക്കാം, വഷ്കുറൂനി, അങ്ങനെ നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുക, വലാ തക്ഫുറൂൻ, നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. അപ്പൊ അല്ലാഹുവിന് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അല്ലാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം. അല്ലാഹുവിനെ ഓർക്കുക, സന്തോഷമുള്ളപ്പോഴും അതുപോലെ സന്താപമുള്ളപ്പോഴും അല്ലാഹുവിനെ ഓർക്കാനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് അവനൊരു നന്ദിയുള്ള ദാസനായി മാറുക. എന്നിട്ട് ആ നന്ദിയുടെ രൂപം എങ്ങനെയാണ്? അല്ലാഹു ഈ വചനത്തിൽ പറയുകയാണ്. അല്ലാഹു ചോദിക്കുകയാണ്, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാതെ വല്ല സൃഷ്ടാവും ഉണ്ടോ? യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകുവാൻ, നിങ്ങൾക്ക് ഭക്ഷണം നൽകുവാൻ കഴിവുള്ള ഏതെങ്കിലും ഇലാഹുകൾ നിങ്ങൾക്കുണ്ടോ? ഏതെങ്കിലും ദൈവം നിങ്ങൾക്കുണ്ടോ? അല്ലാഹു നമ്മോട് ചോദിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന് നന്ദി കാണിക്കുന്നതിന്റെ ഒന്നാമത്തെ നന്ദി എന്താണ്? അല്ലാഹുവിന് പങ്ക് ചേർക്കാതിരിക്കുക എന്നതാണ്, ശിർക്ക് ചെയ്യാതിരിക്കുക എന്നതാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് അല്ലാഹു നൽകി. ആ അല്ലാഹുവിന് നൽകേണ്ടത് നമ്മൾ നൽകാതെയാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ പേറുന്നതെങ്കിൽ, ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കുന്നത് എങ്കിൽ എത്ര നന്ദികേടാണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ ഹാർട്ട് അറ്റാക്ക് വ്യാപകമായി കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു മനുഷ്യന് നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ അയാളെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്താണ് ആ മനുഷ്യനെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് കയറ്റും, ICUവിൽ കയറ്റും. ഇനി അതിനേക്കാളും നില മോശമാണ് എങ്കിൽ വെന്റിലേറ്ററിൽ കയറ്റും. അങ്ങനെ കയറ്റി കഴിഞ്ഞ് ആ മനുഷ്യൻ നോർമൽ സ്റ്റേജിലേക്ക് മാറി, ആ മനുഷ്യന്റെ അസുഖം മാറി അവരെന്താണ് അവിടെ ഡിസ്ചാർജ് ആവുന്ന ദിവസം ഒരു വലിയ ബില്ല് അവരുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കും. ആ ബില്ല് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ആ ICUവിൽ കിടന്നുകൊണ്ട് ഓക്സിജൻ ശ്വസിച്ചതിന്റെ പൈസ 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ദിവസവും എണ്ണം കൂടുന്നതിനനുസരിച്ച് പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ അസുഖമൊന്നുമില്ലാതെ ഇങ്ങനെ ജീവിക്കുമ്പോ ഈ ഓക്സിജൻ ഒരാൾക്കും പൈസ കൊടുക്കാതെ, ഒരാളോടും കണക്ക് പറയാതെ ഇതിങ്ങനെ ശ്വസിച്ചു കൊണ്ടിരിക്കുകയില്ലേ? ഇതിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയില്ലേ? ആർക്കെങ്കിലും നമ്മുടെ ബില്ല് കൊടുക്കുന്നുണ്ടോ? ഈ പള്ളിയിൽ ഇരുന്ന് ജുമാ സമയത്ത് നമ്മൾ ഖുതുബ ശ്രവിച്ച് നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ ഇവിടെ ആരെങ്കിലും ഇരുന്ന് പിരിക്കുന്നുണ്ടോ? ഓക്സിജന്റെ പൈസ വാങ്ങുന്നുണ്ടോ? ഇല്ല. നമ്മൾ എവിടെ പോയാലും ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ അമ്മമാരുടെയും ബാബമാരുടെയും തങ്ങന്മാരുടെയും ബീവിമാരുടെയും അടുക്കലേക്ക് നമ്മൾ ആശ്രയം തേടി തന്നാലോ? അതാണ് ഏറ്റവും വലിയ പാപം, അതാണ് ഏറ്റവും വലിയ കുഫ്രിയത്ത്, അതാണ് ഏറ്റവും വലിയ ശിർക്ക്. അതുകൊണ്ടാണ് മഹാൻ
മഹാനായ ലുഖ്മാനുൽ ഹകീം തന്റെ മകനെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. എന്റെ മോനെ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം. തീർച്ചയായും അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാപമാണ്, ഏറ്റവും വലിയ പാപമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അല്ലാഹു നൽകിയ ഈ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ച് സുഖിച്ച് ജീവിച്ചുകൊണ്ട് അല്ലാഹു നൽകേണ്ട ഒരു സംഗതി മറ്റൊരാൾക്ക് നൽകിയാൽ അല്ലാഹു ഒരിക്കലും പുറത്തു തരികയില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നഹു മയുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ആരാധനയിൽ നേർച്ച വഴിപാടുകളിലൊക്കെ അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും അർപ്പിച്ചു കഴിഞ്ഞാൽ, ഇന്നഹു മയുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കും. സ്വർഗ്ഗത്തിൽ അവന് പോകാൻ പറ്റൂല, സ്വർഗ്ഗം നിഷിദ്ധമാക്കും അവന്റെ പേരിൽ. എന്നിട്ട് അല്ലാഹു ചോദിക്കാൻ, അക്രമികളായ ആളുകൾക്ക് വല്ല സഹായമുണ്ടോ? അപ്പൊ ഒരാളും സഹായത്തിന് ഉണ്ടാവുകയില്ല. അല്ലാഹുവിന് കൊടുക്കേണ്ട നന്ദി, അത് പ്രകടിപ്പിക്കേണ്ടത് അല്ലാഹുവിനെ ഓർത്തുകൊണ്ടാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലാഹുവിനെ ഓർക്കുക. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവേ, നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ, ഒരുപാട് നിഅമത്തുകൾ എനിക്ക് നൽകിയിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, കൈഫ അശ്കുറുക, ഞാൻ എങ്ങനെയാണ് അങ്ങേക്ക് നന്ദി കാണിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് അങ്ങേക്ക് നന്ദി കാണിക്കേണ്ടത് എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അല്ലാഹു മൂസാ നബിക്ക് മറുപടി കൊടുത്തു, നീ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, നീ എന്നെ അറിഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നീ എന്ത് ചെയ്യുക, ഫഖദ് ദക്കറനി ശക്കർതനി, നീ എന്നെ ഓർത്താൽ നീ എനിക്ക് നന്ദി കാണിച്ചിരിക്കുന്നു. നീ എന്നെ മറന്നു കഴിഞ്ഞാൽ ഫഖദ് കഫർതനി, നീ എന്നോട് നന്ദികേട് കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ നന്ദി എന്താണ്? അവനെ ഓർക്കുക എന്നതാണ്, അവനെ സ്മരിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു എന്താ പറഞ്ഞത്? ഇന്നഹു കാന അബ്ദൻ ശക്കൂറ. തീർച്ചയായും അദ്ദേഹം എന്താണ്? അബ്ദൻ ശക്കൂറ, നന്ദിയുള്ള ഒരു അടിമയായിരുന്നു എന്നാണ്. നന്ദിയുള്ള ഒരു അടിമ. ഇതിന്റെ വ്യാഖ്യാനം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നൂഹ് നബിക്ക് അങ്ങനെയുള്ള ഒരു പദവി കൊടുക്കാനുള്ള കാരണം? ഓരോ നിമിഷങ്ങളിലും ഓരോ അവസ്ഥകളിലും അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു പ്രവാചകനായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നൂഹ് നബി ബാത്റൂമിൽ കയറി പുറത്തിറങ്ങുമ്പോൾ അല്ലാഹുവിനെ സ്തുതിക്കും, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലു, വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ലു, അത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഇങ്ങനെ ഓരോ നിമിഷങ്ങളിലും അല്ലാഹുവിനെ ശുക്ർ ചെയ്യാൻ അതിയായ താല്പര്യം കാണിച്ച ഒരു പ്രവാചകനായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് എന്ത് നൽകി പേര്? ഇന്നഹു കാന അബ്ദൻ ശക്കൂറ. അല്ലാഹു അദ്ദേഹത്തിന് എന്താണ്? നന്ദിയുള്ള ഒരു അടിമ എന്ന പേര് കൊടുത്തു. നിങ്ങൾ നോക്കൂ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ കുറിച്ച് അല്ലാഹു എന്താ പറഞ്ഞ? ശാകിറൻ ലിഅൻഉമിഹി, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ ഷാകിറ, നന്ദി കാണിക്കുന്നവനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി കാണിക്കുന്ന ആളായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അത്ര ഗൗരവത്തോടുകൂടി അല്ലാഹു വിശുദ്ധ ഖുർആനിൽ 16-ാമത്തെ സൂറത്തുൽ നഹ്ലിലെ ഒരു വചനത്തിലാണ് ഈ ആയത്തുള്ളത്. ശാകിറൻ ലിഅൻഉമിഹി, അല്ലാഹു നന്ദി കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി, ഒരുപാട് രീതിയിൽ അല്ലാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചു. പക്ഷേ അതെല്ലാം അദ്ദേഹം പൂർത്തിയാക്കി അല്ലാഹു നന്ദിയുള്ള ഒരു ദാസനായി. നിങ്ങൾ നോക്കൂ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം രാത്രിയായി കഴിഞ്ഞാൽ കുടുംബക്കാരെയൊക്കെ വിളിച്ചുണർത്തും, എന്നിട്ട് നമസ്കരിക്കും. അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ നീര് കെട്ടുന്നത് വരെ നമസ്കരിക്കും. ആര്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നീര് കെട്ടുന്നത് വരെ നമസ്കരിക്കും. ഒരിക്കൽ പ്രവാചകന്റെ പ്രിയപത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിച്ചു, എന്തിനാണ് നബിയെ, എന്തിനാണ് പ്രവാചകരെ അങ്ങിങ്ങനെ കഷ്ടപ്പെടുന്നത്, അങ്ങിങ്ങനെ ഇടങ്ങേറായി ബുദ്ധിമുട്ടി നമസ്കരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ? യാ ആയിഷ, ആയിഷ, ഫലാ അഖൂല അബ്ദൻ
നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന ഒരു മനുഷ്യനായി നമ്മൾ മാറണം. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആദിയാത്ത്, ആദിയാത്ത് എന്ന് പറഞ്ഞാൽ കുതിച്ചു പായുന്നവ എന്നാണ് അർത്ഥം. കിതച്ചോടുന്നവ എന്നാണ് അതിൽ പറയുന്നത്. കുതിരയെ കുറിച്ചാണ് പറയുന്നത്. കുതിരയുടെ പ്രത്യേകത എന്താ? കുതിര ഒരു അത്ഭുത ജീവിയാണ്. കുതിര അതിന് 2 നേരം അതിന്റെ യജമാനന് അതിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മരിച്ചാലും ആ യജമാനു വേണ്ടി പണിയെടുക്കുന്ന ഒരു അടിമയാണ് കുതിര എന്ന് പറയുന്നത്. കുതിര വളർത്തുന്നവർക്കറിയാം കുതിരയുടെ സ്നേഹം ഒരിക്കലും നിർവചിക്കാൻ കഴിയാത്ത സ്നേഹമാണ്. ആ കുതിരയെ കുറിച്ച് അല്ലാഹു പറയാണ്, വൽആദിയാതി ളബഹ ഫൽമൂരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹ ഫഅഥറന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഈ കുതിരയെ കുറിച്ച് അല്ലാഹു പറയാണ്, അത് ശീഘ്രം കുതിച്ചു പായുന്നവ തന്നെയാണ് സത്യം. ആ കുതിരയുടെ ആ പാഞ്ഞുപോക്കിനെ ഗൗരവപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്, കുളമ്പ് കല്ലിൽ ഉലസി തീ പാറിപ്പിച്ചുകൊണ്ട് കുതിച്ചു പാഞ്ഞോടുന്ന കുതിരയാ തന്നെയാണ് സത്യം. അങ്ങനെ ആ കുതിര ശത്രു സംഘത്തിന്റെ നടുവിൽ പ്രവേശിച്ചുകൊണ്ട് പടപൊരുതി ഓടുന്ന കുതിര തന്നെയാണ് സത്യം. ഈ കുതിരയെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യന്മാർ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാകുന്നു. അപ്പൊ മനുഷ്യന്റെ നന്ദികേട് പറയാൻ വേണ്ടിയിട്ട് നന്ദിയുള്ള ഒരു മൃഗത്തെ പിടിച്ചുകൊണ്ട് അല്ലാഹു സത്യം ചെയ്യുകയാണ്. നന്ദിയുള്ള ഒരു മൃഗത്തെ ആ കിതച്ചോടുന്ന. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ ഈ പദപ്രയോഗം തന്നെ അത്ഭുതകരമാണ്. ലബഹൻ ഖദ്ഹൻ സുബ്ഹ എന്ന് തുടർച്ചയായിട്ട് പറഞ്ഞാൽ ഒരു കുതിരയുടെ കുളമ്പടി അണച്ചോടുന്ന ഒരു കുതിരയുടെ കുളമ്പടിയാണ് ലബഹൻ ഖദ്ഹൻ സുബ്ഹ. ലബഹൻ ഖദ്ഹൻ സുബ്ഹ എന്ന് പറഞ്ഞാൽ കുതിരയുടെ ഓടുന്ന ഒരു പ്രതീതി. ആ വാക്കുകളിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സമന്വയിപ്പിച്ചു എന്നാണ്. പദപരമായ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹുവിന്റെ പദപ്രയോഗം തന്നെ ഒരു കുതിരയുടെ യജമാനന് വേണ്ടി അണച്ചോടുന്ന ഒരു കുതിരയുടെ പ്രതിനിധിയാണ് ആ പദങ്ങളിൽ പോലും അല്ലാഹു പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞത്, മനുഷ്യന്മാർ എത്ര നന്ദി കെട്ടവനാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ, അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന കാര്യത്തിൽ, അല്ലാഹുവിനെ വിളിച്ചു മാത്രം തേടുന്ന കാര്യത്തിൽ മനുഷ്യൻ എത്രത്തോളം ഇന്ന് അതപ്പതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുദൈവ വിശ്വാസത്തിന്റെ ചെറുക്കൻ ആചാരങ്ങളുടെ പുതിയ പുതിയ മോഡലുകൾ രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ പിന്നാലെ ആളുകൾ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ഒരു നിമിഷം പോലും ചിന്തിക്കുന്നില്ല, അല്ലാഹുവിന് നന്ദി കാണിക്കണ്ടേ, അല്ലാഹുവിനെ ഓർക്കണ്ടേ, അല്ലാഹുവിനെ ശുക്ർ ചെയ്യണ്ടേ എന്ന് ഒരാളും ചിന്തിക്കുന്നില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഏതൊക്കെ രംഗത്ത് ചെന്നാൽ അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാകാൻ പാടില്ല. നമസ്കാരത്തിന്റെ കാര്യത്തിൽ മടി കാണിക്കുന്ന ആളുകളിലെ, അമലുകൾ ചെയ്യുന്ന കാര്യത്തിൽ മടി കാണിക്കുന്ന ആളുകളിലെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ അടുത്തിരുത്തിക്കൊണ്ട്, ഞാൻ താങ്കൾക്ക് ഒരു വലിയ ഉപദേശം നൽകട്ടെ, ഞാൻ താങ്കൾക്ക് ഒരു വലിയ ഉപദേശം നൽകട്ടെ, നീ ഒരിക്കലും എന്താണ് ഉപേക്ഷിക്കരുത്. ദുബറ കുല്ല സലാത്തിൽ, ഒരു നമസ്കാരത്തിന്റെയും 5 നേരത്തെ ഫർദ് നമസ്കാരത്തിന് ശേഷം നീ ഒരിക്കലും ഉപേക്ഷിക്കരുത്. എന്താണ് ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തത്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ അഇന്നി, എനിക്ക് നീ ആയുസ് നൽകണേ, എനിക്ക് നീ കഴിവ് നൽകണേ. എന്താണ്? നിന്നെ ഓർക്കുവാനും, വശുക്രിക, നിനക്ക് നന്ദി ചെയ്യുവാനും, വഹുസ്നി ഇബാദതിക, നല്ല രീതിയിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാനും എനിക്ക് കഴിവ് നൽകണേ, എനിക്ക് ആയുസ് നൽകണേ എന്ന് 5 നേരത്തെ നമസ്കാരത്തിന് ശേഷവും നീ ഒരിക്കലും മുടങ്ങാതെ പ്രാർത്ഥിക്കും എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രവാചകൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഈ ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായ ഒരു സംഗതിയല്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളം കുടിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ഈ വെള്ളം ഇല്ലാതായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാൻ വേണ്ടി നമ്മൾ മറന്നു പോകാൻ പാടില്ല. ബിസ്മി ചൊല്ലി ശാന്തമായിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക. നിങ്ങൾ കാണുന്നില്ല, നമ്മൾ കാണുന്നില്ലേ, എത്രയോ കുട്ടികളാണ് ഗാസയുടെ മുൻപിൽ മരണത്തെ വരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന്റെ പേരിൽ?
വിശപ്പിന്റെ പേരിൽ, പട്ടിണിയുടെ പേരിൽ നമ്മുടെയൊക്കെ വീട്ടിലെ മക്കൾ ഓരോ ദിവസം കഴിക്കുന്നത് എന്താണ്? ഷവർമയും അൽഫാമും ഒക്കെയാണ് കഴിക്കുന്നത്. ഷവായി, മന്തിയൊക്കെ കഴിക്കാതെ കുട്ടികൾക്ക് ഇന്ന് വെള്ളം ഇറങ്ങില്ല, അല്ലെങ്കിൽ ഒന്നും കഴിക്കൂല. എനിക്ക് ചിക്കൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറയണം. ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്നല്ലാണ് ഞാൻ പറയുന്നത്. കഴിക്കാം അത്യാവശ്യത്തിന്. പക്ഷേ ഇതൊക്കെ നിത്യവും ലഭിക്കണമെന്ന് വാശി പിടിക്കുന്ന മക്കളോട് കാണിച്ചു കൊടുക്കണം. ഒരു പാത്രം പിടിച്ചുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, വെള്ളത്തിന് വേണ്ടി പാഞ്ഞു നടക്കുന്ന കുഞ്ഞു മക്കളുടെ അവസ്ഥ നമ്മൾ കാണിച്ചു കൊടുക്കണം. മോനെ നീ ഇത് കാണണം, കാണിച്ചു കൊടുക്കണം. നമ്മൾ കാണണം. അത് കണ്ടുകൊണ്ട്, മൊബൈലിൽ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. അത്ര കഷ്ടപ്പാടാണ്. വിശപ്പ് മൂലം ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടാതെ എത്ര ദിവസം എടുക്കണമെന്ന് ആലോചിച്ച് നോക്കും. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് 82% വെള്ളം നിർജ്ജലീകരണം മൂലം നഷ്ടമായാലാണ് അവൻ മരിക്കുക. ഒരു കുട്ടിയാണെങ്കിൽ 42%, ഒരു 5 വയസ്സിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ 42 മുതൽ 60% വരെ വെള്ളം ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവൻ മരിക്കും. ഇങ്ങനെ മരിച്ചു പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആത്മാർത്ഥതയോടുകൂടി പറയണം. കാരണം എന്താ? ഈ വെള്ളം കിട്ടിയില്ല എങ്കിൽ കിട്ടാതെ ഇങ്ങനെ സംഭവിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവിന് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായ സംഗതിയായി നമ്മൾ കാണരുത്, വെറുതെ കളിയായി നമ്മൾ കാണരുത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞ അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള ദാസനായി മാറട്ടെ, ഞാനൊരു നന്ദിയുള്ള ദാസനായി മാറട്ടെ. അതുപോലെ ജീവിതത്തിൽ പലതും ലഭിച്ചിട്ടില്ല, പലതും മറ്റുള്ളവരെക്കാൾ എനിക്ക് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറയുന്ന ആളുകളില്ലേ, അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലാഹു വിശുദ്ധ ഖുർആനിൽ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്നുണ്ട്, ലഇൻ ശക്കർതും ലഅസീദന്നകും, ലഇൻ ശക്കർതും, നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിച്ചാൽ ലഅസീദന്നകും, നിങ്ങൾക്ക് അല്ലാഹു വർദ്ധനവ് നൽകും. ലഇൻ ശക്കർതും, നിങ്ങൾ നന്ദി കാണിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് വർദ്ധനവ് നൽകും. നിങ്ങൾക്ക് 50,000 രൂപ ലാഭം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അല്ലാഹുവിനെ സ്തുതിച്ചിട്ട് അതിൽ നിന്ന് കൃത്യമായി സക്കാത്ത് കൊടുത്തുകൊണ്ട് അല്ലാഹുവിന് ശുക്ർ ചെയ്താൽ അല്ലാഹു നമുക്ക് വർദ്ധനവ് നൽകും. പിന്നെ ആ പൈസ നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാം, അടുത്ത കച്ചവടത്തിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. ആ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകും, ആ കച്ചവടത്തിൽ മേന്മയുണ്ടാകും. ഇരട്ടിയായി അടുത്തത് നമുക്ക് തരും. ഇതിനു വേണ്ടിയിട്ട് ഇനിയും കൊടുക്കാൻ വേണ്ടി, ഇനിയും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിന് നന്ദി കാണിച്ചു കഴിഞ്ഞാൽ, നന്ദി നാവ് കൊണ്ട് പറയുന്നത് മാത്രമല്ല, പ്രവൃത്തി കൊണ്ടുമുണ്ട്. ഒരാളെ സഹായിക്കാം, ഒരാൾ കഷ്ടപ്പെടുന്നു, ഒരാളുടെ മകന് എന്താണ് പാഠപുസ്തകം വാങ്ങാൻ പൈസയില്ല, കോളേജിൽ ഫീസ് അടക്കാൻ പൈസയില്ല, 30,000 രൂപ അടക്കണം. അപ്പോഴാണ് നമ്മളത് കേൾക്കുന്നത്. അതിൽ ഒരു 5,000 രൂപയെങ്കിലും ആരും അറിയാതെ ആ മനുഷ്യന്റെ കയ്യിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക. ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് 5,000 ഇട്ടിട്ടുണ്ട്, ഞാൻ അതിന്റെ കൂടെ കൂട്ടി ബാക്കി പൈസ കൊടുത്തോ, വേറെ ആരോടും പറയണ്ടോ എന്ന് പറയാൻ അത് ഒരു നന്ദിയാണ്. കാരണം അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ അവൻ ഓർത്തു, മറ്റൊരു അടിമയെ കൂടി അവൻ അത് പരിഗണിച്ചു. ഇതൊരു വലിയ നന്ദിയാണ്. അല്ലാതെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു മനുഷ്യനൊന്നും കൊടുക്കൂല, അത്രയ്ക്ക് ഉപ്പ് തേക്കൂലാത്തവനാണെങ്കിൽ അവന്റെ നന്ദി അത്ര നല്ല നന്ദിയൊന്നുമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് എന്താണ് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ? ഓരോ നിമിഷവും അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. നിങ്ങൾ നോക്കൂ, നമ്മൾ ഉറങ്ങി എഴുന്നേറ്റാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നാ പ്രാർത്ഥനയുടെ അർത്ഥം അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാവുന്ന സർവ്വസ്തുതിയും, അഹ്യാനാ ബഅദമാ അമാതനാ, ഉറക്കമാകുന്ന മരണത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടും എഴുന്നേൽപ്പിച്ച, വീണ്ടും ആയുസ് നൽകിയ പടച്ചവനെ നിനക്കാവുന്ന സർവ്വസ്തുതിയും. ഇന്ന് രാവിലെ നമ്മൾ കേട്ടൊരു വാർത്തയാണ്, കരാട്ടെ ട്രെയിനറായ ഒരു 23-കാരിയായ ഒരു പെൺകുട്ടി കുഴഞ്ഞു വേണ്ടി മരിച്ചു, അറ്റാക്ക് കൊണ്ട് മരിച്ചു. എങ്ങനെയാണ്, എപ്പോഴാണ് മരണം വരുന്നത് പറയാൻ പറ്റൂല. ഉറങ്ങിക്കിടന്നാൽ ആ ഉറക്കത്തിൽ ഒരുപക്ഷെ മരിച്ചു പോകാം. വീണ്ടും രാവിലെ എഴുന്നേൽക്കാൻ നമുക്ക് ആയുസ് അല്ലാഹു നൽകിയിട്ടുണ്ട് എങ്കിൽ എന്താണ് ഏറ്റവും വലിയ ശുക്രന്റെ ഒരു മാർഗമായി, ഏറ്റവും വലിയ സ്തുതിയുടെ ഒരു മാർഗമായി നമ്മൾ കാണണം. അതുകൊണ്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് ആ കട്ടിലിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് അത് ചൊല്ലിയിട്ട് എഴുന്നേൽക്കുക, ഉദു കൊടുക്കുക, പല്ല് തേക്കുക, ബാത്റൂമിൽ പോവുക, വേഗം തന്നെ പള്ളിയിലേക്ക് പോവുക, 2 റക്അത്ത് അല്ലാഹുവിന്റെ മുന്നിൽ
സുബഹി നമസ്കരിക്കുക. അതിനേക്കാളും വലിയ നന്ദി എന്താണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് നന്ദിയുള്ള ഒരു ദാസനായി മാറാൻ, നന്ദിയുള്ള ഒരു അടിമയായി മാറാൻ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നന്ദിയുള്ള ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത് ഉസീകും ഇബാദല്ലാഹി സാലിമൻ ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖ്വല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വളരെ ഗൗരവതരമായ ഒരു സംഗതി അറിയിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വെള്ളിയാഴ്ച ദിവസം അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു ദിവസമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഒരു ഹദീസിൽ കാണാം, വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്. ആ സമയം ഏതാണെന്ന് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ആ സമയവും ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയും ഒത്തുവന്നു കഴിഞ്ഞാൽ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലാഹു അത് അവന് നൽകുമെന്നാണ്. ഈ സമയം ഏതാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച നമ്മളൊന്ന് ഒരുങ്ങി എഴുന്നേൽക്കണം. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ഇന്ന് ജുമുഅ ഉള്ള ദിവസമാണല്ലോ. അതുകൊണ്ട് ഇന്ന് നേരത്തെ പള്ളിയിലേക്ക് എത്തണമെന്ന നെയ്യത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് തന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അതിന് വലിയ കൂലിയാണുള്ളത്. പരമാവധി നേരത്തെ, കാരണം നമ്മൾ ഒരിക്കലും സമയം പിന്തിപ്പിക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച സമയത്തുള്ള അവന്റെ നീയത്ത് എന്താണോ ആ അവസ്ഥയിലായിരിക്കും അവനെ അല്ലാഹു മഹ്ശറയിലേക്ക് കൊണ്ടുവരിക. യുഹ്ശറൂന അലാ നിയ്യാതിഹിം, അവരുടെ നീയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലാഹു അവനെ വിചാരണയ്ക്ക് കൊണ്ടുവരിക. അപ്പൊ നമ്മള് കുറച്ചു നേരം കൂടിയിട്ട് അല്ലെങ്കിൽ എന്താണ് ആ പ്രസംഗം ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സമയം പിന്തിപ്പിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. ഏത് പള്ളിയിലാണ് സമയമായാലും ആ പള്ളിയിൽ നമുക്ക് കറക്റ്റ് സമയത്ത് എത്താം. സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മൾ ആ പിന്തി നിൽക്കുന്ന സമയത്തായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത് എങ്കിൽ നമ്മുടെ ആ പിന്തി നിൽക്കുന്ന മനോഭാവം കൊണ്ടായിരിക്കും നമ്മൾ മരിച്ചു പോകുക. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ദിവസത്തെ ബാങ്കുവിളി നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ഉത്ബോധനത്തിലേക്ക് നിങ്ങൾ ഫസ്ഔ എന്ന് പറഞ്ഞാൽ ധൃതിയിൽ പോവുക എന്നാണ്. ധൃതി കാണിച്ചുകൊണ്ട് പോവുക, ധൃതി കാണിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരിക എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പള്ളിയിലേക്ക് വേഗത്തിൽ പോവുക, ഫസ്ഔ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം, നമ്മുടെ ചിന്തയിലുണ്ടാകണം. പരമാവധി നേരത്തെ തന്നെ പള്ളിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഗൗരവം കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.